ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെടുക്കാട്ടെ നമുക്ക് അടിപൊളി റമദാൻ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു സ്ക്വയർ ടൈപ്പാണ് എടുക്കുന്നത്. റൗണ്ട് ഉണ്ടെങ്കിൽ റൗണ്ട് ആയാലും എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ബോട്ടിലിൻ്റെ നെക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു നെക്ക് ഭാഗമില്ല, അതാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന സിസേഴ്സ് എന്തെങ്കിലും വെച്ച് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു റിങ് ഉണ്ടല്ലോ, ഇതും നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടാതെ തന്നെ ഊരിയെടുക്കണം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ക്യാപ്പില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ നെക്ക് എടുത്തത് കേട്ടോ. ഓക്കെ. അപ്പോൾ ആ ഒരു ഹൈറ്റിലും റൗണ്ടിലുള്ള ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതെടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു നെക്കും പിന്നെ അതേപോലെ 2 റിങ്ങുകളും ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാപ്പാണ്, ഇയർ ഡ്രോപ്സിൻ്റെയൊക്കെ ക്യാപ്പില്ലേ, അതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അത് ഇങ്ങനെ മുകളിൽ നിൽക്കുന്നത്, അപ്പോൾ അതില്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. ഇതേപോലെ ഒരു പേസ്റ്റിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ക്യാപ്പ് എടുക്കുക. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് പീസ് ഇതേപോലെ ഒന്ന് കോണാക്കിയിട്ടൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്ത് നല്ല ഭംഗിയാക്കിയതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗം സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു കോൺ ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു മുകൾ ഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്ത് അങ്ങനെ ആയാലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത്. ക്യാപ്പ് ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബോട്ടിൽ, അതുപോലെ നെക്ക്, ബോട്ടിലിൻ്റെ നെക്ക്, പിന്നെ അതുപോലെ ഇതേപോലെ റിങ്ങുകൾ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ആ റിങ് ഇല്ലെങ്കിൽ കണ്ടോ, ബോട്ടിലിൽ നിന്ന് തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് ഒരു റിങ് ചെയ്തെടുത്താലും മതി കേട്ടോ. ചിലപ്പോൾ ബോട്ടിൽ തുറക്കുമ്പോഴൊക്കെ ആ റിങ്ങൊക്കെ പൊട്ടിപ്പോകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. റിങ് നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു സൈസിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഇത് ഒരു കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആദ്യമേ ഈ ഒരു റിങ് നമ്മൾ ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്തില്ലേ, അതാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ബേസ് വേണമല്ലോ, അതിനാണ്. ഇനി നമുക്ക് ഇതിൽ പോലത്തെ ക്യാപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു സൈസ് ക്യാപ്പൊന്നും കറക്റ്റായിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാപ്പിൻ്റെ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രിപ്പ്, കാർഡ്ബോർഡിൻ്റെ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് ബ്ലാക്ക് കളർ ആദ്യമേ കൊടുത്തു കേട്ടോ. എല്ലാത്തിനും കളറങ്ങ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് എല്ലാത്തിനും കളറൊക്കെ കൊടുത്ത് വെച്ചിട്ടോ. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി, ഉണങ്ങുന്നതിന് മുന്നായിട്ട് പണിയെടുത്തിട്ട് ആകെ ഫ്ലോപ്പായും പോയി കേട്ടോ. ഇനി നമ്മളിത് ആദ്യമേ നമ്മുടെ ഈ ഒരു വേറൊരു ക്യാപ്പ് എടുത്തിട്ട് നമ്മൾ അതും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിലിൻ്റെ ക്യാപ്പ് വേറൊരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് കേട്ടോ. അതെടുത്തിട്ട് ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ നമ്മളൊന്ന് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം നമ്മൾ ആ ഒരു സ്ട്രിപ്പ് പോലെയുള്ളതില്ലേ, അത് ഇതിൻ്റെ 4 സൈഡിലും ഇങ്ങനെയൊന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്ത് കറക്റ്റായിട്ട് 4 സൈഡിലും ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പീസുകൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏത് ഗ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യൂ. എന്തുകൊണ്ടാണെന്നും കൂടെ കമൻറ്റിൽ പറയൂ കേട്ടോ. അപ്പോൾ 4 സൈഡ് നമ്മളിത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഈ ഒരു നെക്ക് ഭാഗം നമ്മൾ എടുത്തില്ലേ, അതാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നെക്ക് ഭാഗം ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ താഴത്തെ ഭാഗം കുറച്ച് വീതി കൂടുതലും ഏറ്റവും ടോപ്പ് വരുന്ന ഭാഗം വീതി കൂടുതലാണല്ലോ, അതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ മുകളിൽ നമ്മൾ ആ ഒരു ക്യാപ്പും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ക്യാപ്പ് ഒട്ടിച്ചെടുത്തില്ലേ, അത് നമ്മൾ ഇതേപോലെ വീണ്ടും അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ചെറുതാണ്, അതാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇയർ ഡ്രോപ്സിൻ്റെ ക്യാപ്പ് അതിൻ്റെ തൊട്ട് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്ത് നല്ല ഭംഗിയാക്കിയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഒട്ടിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ പെയിൻ്റ് എല്ലാം കയ്യിലിങ്ങ് പോന്നു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വീണ്ടും നമ്മൾ രണ്ടാമത് പെയിൻ്റൊക്കെ കൊടുത്തു കേട്ടോ. ബോട്ടിലുമ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഒട്ടിച്ച് കൊടുത്ത എക്സ്ട്രാ സംഭവങ്ങളുമ്പോൾ മാത്രമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനൊരു മെറ്റാലിക് ലുക്ക് കൊടുക്കാനായിട്ട് ആദ്യം ഒരു ഗോൾഡൻ കളർ കൊടുത്തു നോക്കി, പക്ഷേ അത്ര ഭംഗിയായില്ല. പിന്നെ വീണ്ടും നമ്മൾ ബ്രോൺസ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി ലാൻറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ക്യാൻഡിൽ പോലെയൊക്കെ കത്തിച്ച് കൊടുക്കാം കേട്ടോ. അതില്ലെങ്കിൽ ബാക്കിലൊരു ക്യാൻഡിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ലാൻറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പല കളറിലും ഭംഗിയിലൊക്കെയുള്ള ലാൻറ്റേൺസ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വീണ്ടും വരാം. ബൈ ബൈ.